ആരോഗ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് നിപ്പയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോഗ്യമന്ത്രിയായിട്ട് കോഴിക്കോട് എന്നുള്ളതൊക്കെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. ഇന്ന് വൈകുന്നേരം വീണ്ടും അനിലിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മീറ്റിംഗ് നടക്കുന്നു. ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു വീഴ്ച എന്നൊക്കെ പറയാൻ മാത്രമുള്ള ഒന്നാമത്തെ സർക്കാരിന് സ്വാഭാവികമായിട്ട് സർക്കാർ വന്നിട്ട് ആദ്യത്തെ നിയമസഭയിൽ കോളിംഗ് അറ്റൻഷൻ അഭിമുഖീകരിച്ച ആളായിരുന്നു. എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ പ്രീ മൺസൂൺ വർക്കുകളുടെ അലംഭാവം എന്നാണ്. ഒരു സർക്കാരിന് അലംഭാവം കാണിക്കാനൊരു സമയമൊക്കെ വേണമല്ലോ. ഒരു 20 ദിവസം ആകുമ്പോഴത്തേക്ക് അലംഭാവം എന്ന് പറഞ്ഞിട്ട് കോളിംഗ് അറ്റൻഷൻ കൊണ്ടുവന്നതാണ്. അത് രാഷ്ട്രീയമാണ്. ഞങ്ങളേതായാലും ഇതിനെ അങ്ങനെ രാഷ്ട്രീയമായിട്ട് കാണാൻ തീരുമാനിക്കുന്നില്ല. ഞങ്ങൾ എന്ത് വീഴ്ചകളുണ്ടെങ്കിൽ പോലും അത് ഗൗരവത്തിൽ പരിശോധിച്ചിട്ട് ആശ്വാസകരമായിട്ട് ജനങ്ങൾക്ക് നിൽക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുണ്ടാവുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശിഖല വർക്കുകളുടെ എല്ലാ വർക്കുകളുടെയും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 2 റിവ്യൂ കഴിഞ്ഞു. എല്ലാ ജില്ലകളിലും റിവ്യൂ കഴിഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കാസർഗോഡിൻ്റെ ചാർജ് ഉണ്ടായിട്ട് കാസർഗോഡിൻ്റെ ചാർജ് പോലും രണ്ടാമത് വിളിച്ചു. അതിനകത്തും ആ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ മോണിറ്ററിങ് നടക്കുകയാണ് ഓരോ സ്ഥലങ്ങളിൽ. അതിൻ്റെ മോണിറ്ററിങ് നടത്തി നല്ല നിലക്കുണ്ട് ആവശ്യം. ഇല്ല, സത്യത്തിൽപ്പെട്ടില്ല. ഞാൻ എല്ലാം കാര്യക്ഷമമാണെന്നുള്ള അഭിപ്രായവും വാദവും ഞാൻ ഉന്നയിക്കണില്ല. സർക്കാർ വന്ന് ചുമതല ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ഉത്തരവാദപ്പെട്ട മന്ത്രിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് പറഞ്ഞാൽ പരന്ന് കിടക്കുന്ന ഒരു വകുപ്പാണ്. അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും വളരെ ക്രമത്തിൽ പോകുന്നു എന്നും ഞാൻ അവകാശവാദം ഉന്നയിക്കണില്ല. ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആ വകുപ്പിൻ്റെ അകത്തേക്ക് ഇറങ്ങി പഠിച്ചുകൊണ്ടിരിക്കും. അത്രേ സമയമായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ വളരെ വേഗത്തിൽ പഠിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധയിൽ പെടുന്ന കാര്യങ്ങളെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഒരു വീഴ്ചയില്ല എന്നൊന്നും പറഞ്ഞൊരു അവകാശവാദം ഉന്നയിക്കുന്നില്ല. വീഴ്ചകളുണ്ടത് പരിഹരിച്ച് പോകാനുള്ള അടിയന്തര ശ്രമമുണ്ട്. ഇന്നിപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം വൈകുന്നേരം വരുന്നു. ഞങ്ങൾ അനിലിൽ ആണ് ഇവിടെ ചാർജ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കാൻ പോവാണ്. ഉണ്ടെങ്കിൽ പരിഹരിച്ച് പോകും. അതിനൊരു രാഷ്ട്രീയ തർക്കത്തിനൊന്നുമില്ല. അതിനകത്ത് ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് സെക്രട്ടറിയെ ദിവ്യ IAS വിളിച്ചു. അവരോട് സംസാരിച്ചു. ടിങ്കുവിനോട് അതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട്, കാരണം സുപ്രീം കോടതിയുടെ വിധി വന്നിരുന്നല്ലോ, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സമിതി ഉണ്ടാക്കിയിരുന്നു. ആ സമിതിയിലെ മീറ്റിങ്ങിനകത്ത് തന്നെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ സമിതി ഉണ്ടാക്കുന്നത് കാര്യങ്ങൾ നടത്താതിരിക്കാനാണോ എന്ന് ഞാൻ അന്നേ സംശയം പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു, അടിയന്തരമായിട്ട് എനിക്ക് അതിൻ്റെ റിപ്പോർട്ട് വേണം. സമിതി എന്താണ് തീരുമാനിച്ചത്, ഏത് തരത്തിലാണ്. അത് ABC സെൻ്ററുകളില്ലാത്ത ജില്ലകൾ പോലും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ABC സെൻ്ററുകൾ കൊണ്ടും തെരുവുനായ ശല്യം പരിഹരിക്കാൻ കഴിയുന്നുള്ള വിശ്വാസം വ്യക്തിപരമായിട്ട് എനിക്കില്ല. ഞാനത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ആ റിപ്പോർട്ട് കിട്ടിയ ഉടനെ അതിനകത്ത് എന്തെങ്കിലും ഒരു ആക്ഷനിലേക്ക് ഞങ്ങൾ പോകും. അല്ലല്ല, ഞങ്ങളെടുത്ത നിലപാടുകളിൽ നിന്ന് മാറ്റി പറയേണ്ട കാര്യം ഒരു സർക്കാരിൻ്റെ ഒരു പ്രതിസന്ധി വരുമ്പോൾ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. PMC ഞങ്ങളെടുക്കുമ്പോൾ ഹലാലാവുക, ഇടതുപക്ഷം എടുക്കുമ്പോൾ ഹറാമാവേണ്ട കാര്യമൊന്നുമില്ല. അതിനെ എതിർത്തിരുന്ന എല്ലാ ന്യായവാദങ്ങളും ഉയർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഇടതുപക്ഷം ഒപ്പുവെച്ച, അല്ലെങ്കിൽ അന്നറിയാലോ ഒരു MP ഇടനിലക്കാരനായി ഒപ്പുവെച്ച അതിൻ്റെ പണം സ്വീകരിച്ചിട്ടുള്ള കരാർ നടപടികൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അത് വ്യക്തമാക്കി. അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത്, ഒരു ഗവൺമെൻറ് ഒപ്പുവെച്ചൊരു കാര്യത്തെ പിറ്റേ ദിവസം വരുമ്പോൾ ആ ഗവൺമെൻറ് പോകുന്നതോടുകൂടി ഇല്ലാതാവണില്ല. ഒരു ഗവൺമെൻറ് തുടർച്ചയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, മീഡിയകൾക്കൊക്കെ അറിയാം. അത് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അതിന് കൃത്യമായിട്ട് റോജി M. ജോൺ മെനഞ്ഞാന്നൊരു കൃത്യമായ മറുപടി പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അത് ആ നിലപാടുകൾ വിഴുങ്ങാനൊന്നും ഞങ്ങൾ പോകുന്നില്ല. കാരണം ഒരു സർക്കാർ, ഒരു കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയായതുകൊണ്ട് തന്നെ അവർ ഒപ്പുവെച്ച ഒരു കരാറിനകത്തുനിന്ന് പുറകോട്ട് പോകാൻ ശ്രമം നടത്തിയെന്ന് പറയുന്ന ഒരു ടെക്നിക്കലായിട്ടുള്ള മൂവ്മെൻറ്റും നടന്നിട്ടില്ല. അത് ഞങ്ങൾക്ക് ബോധ്യമാണ്. മരവിപ്പിച്ചിട്ടുമില്ല, ഒന്നും മരവിപ്പിച്ചില്ല. അങ്ങനെയാണ് പൈസ ഇവിടെ വന്ന് വരില്ലല്ലോ. പൈസ ഫണ്ട് സ്വീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചല്ലോ. ആ അതൊക്കെ രാഷ്ട്രീയ തർക്കങ്ങളാണ്. ഞാനതിനകത്ത് ഞാൻ വീണ്ടും പറയുന്നു, ഒരു 1.5 മാസമാകുന്ന ഒരു സർക്കാർ വലിയ രാഷ്ട്രീയവാദങ്ങളിലേക്ക് പോകുന്നതിന് പകരം ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പരസ്പര ധാരണയുടെ സംസാരത്തിലാണ് നമുക്ക് താല്പര്യമുള്ളത്. കാരണം എന്താ വെച്ചാൽ അത് രാഷ്ട്രീയമായിട്ട് പറയാൻ നിൽക്കാന്നല്ല. ഓരോ വകുപ്പുകളും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ നിങ്ങളുടെ മുമ്പിൽ ഒരു പിറ്റേ ദിവസം കുറേ അവകാശവാദം ഉന്നയിക്കുക, അതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്തായാലും അതെ
സമസ്തയിലെ മുഖപത്രത്തിനകത്ത് അങ്ങനെ അഭിപ്രായമുള്ളത് എന്താ കുഴപ്പമില്ല. സമസ്ത UDFൻ്റെ ഘടകകക്ഷിയൊന്നുമല്ലല്ലോ, അവർക്ക് അഭിപ്രായം പറയാലോ. അവരഭിപ്രായം തീർച്ചയായിട്ടും പറയും. അല്ല, ആ അഭിപ്രായം പറയുന്നതിന് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരത് പറയുന്നു എന്ന് മാത്രമല്ല, ആ പറയുന്നതിനെ മറ്റെല്ലാവരും പറയുന്ന അതേ ഗൗരവത്തിൽ ഞങ്ങൾ എടുക്കുകയും ചെയ്യും. സമസ്ത UDFൻ്റെ ഘടകകക്ഷിയൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചന്ദ്രികല വന്നതെങ്കിൽ ഞാൻ മറുപടി പറയണം. പക്ഷേ അതിൽ സുപ്രഭാതത്തിൽ വരുന്നതിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. അല്ല, തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയാം. 102 സീറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ 10 വർഷക്കാലമായി ഉയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ജനങ്ങൾ തന്നിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തെ ഒരൊറ്റ മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 2 മാസം കൊണ്ട് അതിനെ മുഴുവൻ മറികടന്ന് മുമ്പോട്ട് പോകാനുള്ള മാജിക്കൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ ഘട്ടം ഘട്ടമായി ഞങ്ങൾ എന്തായിരുന്നു ഉയർത്തിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിലേക്ക് വരും. ഞാൻ ഒറ്റ കാര്യം പറയാം. കേരളത്തിലെ വികസനവുമായി ഞങ്ങൾ ഉയർത്തിയ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നമുണ്ട്. ഞങ്ങൾ ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. ആ ബജറ്റ് UDFൻ്റെ പുതിയ ബജറ്റല്ല, നിങ്ങൾക്കറിയാലോ. നിലവിലുള്ള ബജറ്റിനകത്ത് ചെറിയ കറക്ഷൻസ് മാത്രമേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അതിനപ്പുറത്ത് അവരനുവദിച്ച ഫണ്ടിൻ്റെ ഒരടി പോലും ഞങ്ങൾക്ക് അപ്പുറം വെക്കാൻ കഴിയില്ല. ആ ലിമിറ്റേഷൻസൊക്കെ ഗവൺമെൻറ്റിനുണ്ട്. ഒരു ഗവൺമെൻറ്റിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതാണ്. അതുകൊണ്ട് ഒരു മാസം കൊണ്ട് കേരളം മുഴുവൻ മാറി LDF പോകുന്നതോടുകൂടി ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇതാ വന്നിരിക്കുന്നു എന്നൊന്നും അവകാശവാദങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. ആ പ്രശ്നങ്ങളും ആ ഇഷ്യൂസുകളും അവർ വിന്യസിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. ട്രാൻസ്ഫറുകളൊക്കെ പതുക്കെ നടക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് ഒരു UDFൻ്റെ പൂർണ്ണാർത്ഥത്തിലുള്ള മുന്നേറ്റത്തിനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചോദിക്കുന്നത് ഒരു 6 മാസം കഴിഞ്ഞാലും ആ ചോദ്യങ്ങൾ കുറേ കൂടെ റെലവൻ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു. 2 മാസം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 2 മാസം കൊണ്ട് അതുമാത്രം എന്തെങ്കിലും സംഭവിക്കാനൊരു സമയം വേണ്ടേ? ആ സമയം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്.